കല്ലുവെട്ടകുഴി എപ്പോഴും ഇടതിന്റെ ചുവപ്പ് കൊട്ട. അതുകൊണ്ട് തന്നെ ഓരോ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികൾക്ക് ഇവിടെ ലഭിക്കുന്ന സ്വീകരണവും എക്കാലവും ഓർമ്മിക്കാൻ കഴിയും വിധമുള്ളതാകും. ഇക്കുറിയും കല്ലുവെട്ടാങ്കുഴിയിലെ സഖാക്കൾ പതിവ് തെറ്റിച്ചില്ല. സ്ഥാനാർത്ഥി എത്തും മുന്നേ കല്ലുവെട്ടാങ്കുഴിയിൽ ആഘോഷം ആരംഭിച്ചു. നാസിക് ഡോളും പോപ്പറും മുത്തുക്കുടകളും എല്ലാം നിരന്നു. ഒടുവിൽ തീരുമാനിച്ചതിലും 1.5 മണിക്കൂറിലധികം താമസിച്ചെത്തിയ സ്ഥാനാർത്ഥി സി അജയപ്രസാദിന് നൽകിയത് രാജകീയ വരവേൽപ്പ്. കിരീടമണിയിച്ച് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അനിൽകുമാർ അജയപ്രസാദിനെ ചുവപ്പിന്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്തു. 100 ചുവപ്പൻ അഭിവാദ്യങ്ങൾ വിളിച്ച പ്രവർത്തകർ പൂവെറിഞ്ഞ് ആനയിച്ചു. പിന്നീട് കാത്തുനിന്ന സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും പരിഭവമൊന്നുമില്ലാതെ പ്രിയ സഖാവിനെ സ്വീകരിച്ചു. പതിവ് തെറ്റിക്കാതെ സ്ഥാനാർത്ഥിക്കുള്ള പ്രത്യേക ഉപഹാരവും നൽകി. ആത്മാർത്ഥതയുമുള്ള ഈ നാടിന്റെ പ്രിയങ്കരനായ സഖാവ് സി അജയപ്രസാദിത എത്തിച്ചേർന്നിരിക്കുന്നു. ആവേശജനവും സ്നേഹനിർഭരവുമായ സ്വീകരണം നൽകാൻ പ്രിയമുള്ളവർ, നാടിന്റെ പ്രിയങ്കരനായ സഖാവ്, അമ്മമാരുടെ തങ്ങന്മാരുടെ തൊഴിലാളികളുടെ സഖാക്കളുടെ സുഹൃത്തുക്കളുടെ ഹൃദയാഭിവാദ്യങ്ങൾ കൊച്ചുകുട്ടികൾ പകുത്തു നൽകുന്ന സ്നേഹമെന്നയിലേറി കൊച്ചുകുട്ടികൾ സഹോദരിമാരുടെ പ്രിയപ്പെട്ടവരുടെ അനുഗ്രഹാശിസുകൾ നേടി, അമ്മമാരുടെ അനുഗ്രഹം നേടി ഇതാ സഖാവ് എത്തിച്ചേർന്നിരിക്കുന്നു. ഐശ്വര്യപൂർവ്വമുള്ള അമ്മമാരുടെ പെരുമാറ്റവും സ്നേഹപൂർവ്വമുള്ള ഇടപെടലുകളും പ്രിയ സഖാവ് നൽകുന്ന സ്നേഹം നിറഞ്ഞ നാടിന്റെ പ്രിയപ്പെട്ടവർ നാടിന്റെ ഹൃദയാകുവാൻ ഈ നാട് ഒന്നായി ചേർന്ന് ജാതിമതപോലെ അണിനിരന്നുകൊണ്ട് അമ്മമാരുടെ സഹോദരിമാരുടെ സുഹൃത്തുക്കളുടെ സഖാക്കളുടെ കർത്തവ്യം നമ്മളുടെ സ്നേഹത്തിന്റെ പ്രതീകമായ കൊല്ലപ്പൂക്കളുടെ പൂവാരം നൽകിക്കൊണ്ട് പ്രിയ സഖാവിനെ ഇതാ വരവേൽക്കുകയാണ്. പൂക്കളുടെ പൂക്കാരം ലഭിച്ച സ്വീകരണത്തിന് ഹൃദയാഭിവാദ്യമർപ്പിച്ച് ചെറിയ വാക്കിൽ അജയപ്രസാദിന്റെ നന്ദി പ്രസംഗം. വളരെ സ്നേഹനിർഭരമായ ഉദാരനിർഭരമായ ഊഷ്മളമായ സ്വീകരണത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ കടപ്പാടും നന്ദിയും അറിയിക്കുക. കേരള നിയമസഭയുടെ 16ാമത്
തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. 9-ാം തീയതി നടക്കുന്ന ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് ധാന്യക്കെതിരും അരിവാള് അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമേ എന്ന് വിനീതമായി ഈ നാട്ടിലെ പ്രിയപ്പെട്ട അമ്മമാരോടും സഹോദരിമാരോടും സമ്മതിദായകരോടും അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. വളരെ നീണ്ടനാളത്തെ പൊതുപ്രവർത്തനം കഴിഞ്ഞ 4 പതിറ്റാണ്ടുകാലമായി എന്നെ എൻ്റെ പ്രസ്ഥാനമേൽപ്പിച്ച എല്ലാ ചുമതലകളും ഉത്തരവാദിത്വത്തോട് നിറവേറ്റി എല്ലാ വിഭാഗം തൊഴിലാളികളോടൊപ്പം ഒപ്പം ചേർന്ന് നിന്നു. ആട്ടോ തൊഴിലാളികൾ, ലോഡിംഗ് തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, തെമ്മലവാലിയിലെ തോട്ടം തൊഴിലാളികൾ, റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷനിലെ തോട്ടം തൊഴിലാളികളടക്കം എല്ലാ മേഖലകളിലെയും തൊഴിലാളികൾക്ക് നീതി നിഷേധിക്കപ്പെട്ട സന്ദർഭങ്ങളിലെല്ലാം ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമര പോരാട്ടങ്ങളിൽ ഞാൻ മുമ്പിലുണ്ടായിരുന്നു. അതിനെല്ലാം നേതൃത്വം കൊടുത്തു. അങ്ങനെ സാധാരണക്കാരോടൊപ്പം ചേർന്ന് നിന്ന ജീവിതമായിരുന്നു കഴിഞ്ഞ 4 പതിറ്റാണ്ടുകാലം എന്റേത്. വാദംഗങ്ങളായ ഷീജ റാഫി, അഞ്ജു, നേതാക്കളായ സൈഫുദ്ദീൻ, കെ അനിൽകുമാർ, എസ് ഗോപകുമാർ, ബി രാജീവ്, എസ് എൽ ടോം, എസ് മോഹനൻ പിള്ള, രാജേന്ദ്രൻ, രാജ്കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാമലനാടിന്റെ സ്നേഹവായ്പ ഏറ്റുവാങ്ങിയ ശേഷം രാത്രിയോടെ ചോഴിയക്കോട് ജംഗ്ഷനിൽ കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ സ്വീകരണ പര്യടനത്തിന് ആവേശോജ്വല സമാപനം. സമാപന സമ്മേളനം CPM നേതാവ് D വിശ്വസേനൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ.